So hello guys and welcome back. So ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണോയുടെ AU-A03 എന്ന് പറയുന്ന കണ്ടൻസർ മൈക്കിൻ്റെ ഒരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ ഇത് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം എന്തൊക്കെയാണ് ഇതിൽ വരുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ പാക്കേജിംഗ് എന്ന് പറയുന്നത്, അതായത് ബോക്സ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ബോക്സ് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കണ്ടൻസർ പോഡ്കാസ്റ്റിംഗ് മൈക്രോഫോൺ കിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർഡിയോഡ് പോളാർ പാറ്റേൺ ആണ് ഈ ഒരു കണ്ടൻസർ മൈക്കിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു മൈക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ സംസാരിച്ചാലേ കറക്റ്റ്ലി കേൾക്കത്തുള്ളൂ. ബാക്കിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമുക്ക് കറക്റ്റ്ലി ഈ ഒരു മൈക്ക് ക്യാപ്ചർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 16mm ഡയഫ്രം ക്യാപ്സ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. 2.5mm ഓഡിയോ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഷോക്ക് മോഡ് ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. അൾട്രാ ലോ നോയ്സ് സർക്യൂട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. XLR ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഫുൾ മെറ്റൽ കേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോമാമും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെയിൻ ഫീച്ചർ ആയിട്ട് ഈ ബോക്സിൻ്റെ ഒപ്പം കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ബോക്സിൻ്റെ ഒപ്പം വരുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് മൗണോയുടെ യൂസർ മാനുവലാണ്. ഈ യൂസർ മാനുവലിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മൗണോയുടെ ഒരു കസ്റ്റമർ കാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാർഡിൽ നമുക്ക് മൗണോയുടെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കോൺടാക്റ്റിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതാണ് നമ്മുടെ പോപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോപ്പ് ഫിൽറ്ററാണ് കിട്ടുന്നത്. ഈ പോപ്പ് ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. മൗണോയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പോപ്പ് ഫിൽറ്ററിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ പോലത്തെ അക്ഷരങ്ങൾ മെയിൻലി സിംഗേഴ്സൊക്കെ ആ ഒരു വേർഡ്സ് പറയുന്ന സമയത്ത് ഈ ഒരു വിൻഡ് കയറി വരും, മൈക്കിലോട്ട് നല്ലോണം അടിച്ച് കേൾക്കും. അതിന് വേണ്ടിയിട്ട് ഈ പോപ്പ് ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഈ പോപ്പ് ഫിൽറ്ററിന്റെ യൂസ് എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടൻസർ മൈക്കാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ തോന്നിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് മെറ്റൽ ബിൽഡാണ് നൽകിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മൗണോയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ഈ ബ്രാൻഡിങ് ആണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വെക്കേണ്ടത്. ഇവിടെയാണ് ഈ ഒരു കാർഡിയാഡ് പോളാർ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ സൗണ്ട് കറക്റ്റ്ലി ക്യാപ്ചർ ചെയ്യത്തുള്ളൂ. ബാക്ക് ആയി കഴിഞ്ഞാൽ സൗണ്ട് ക്യാപ്ചർ ചെയ്യത്തില്ല. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോമാം വരുന്നുണ്ട്. ബോമാമിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ഒരു കംപ്ലീറ്റ് മെറ്റൽ ബിൽഡാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോക്ക് മൗണ്ട് ആണ് കാണാൻ പറ്റുന്നത്. ഷോക്ക് മൗണ്ട് കംപ്ലീറ്റ്ലി മെറ്റൽ ബിൽഡ് അല്ല, പക്ഷെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടേബിളിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടേബിളിലേക്ക് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മൗണോ ഒരു റബ്ബറൈസ്ഡുള്ള ഒരു പോർഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫൈനലി നമ്മുടെ XLR കേബിൾ കാണാൻ പറ്റുന്നുണ്ട്. XLR കേബിളിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലെങ്ത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 2.5mm കേബിളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മൗണോ തന്നെ ഒരു പരിഹാരം ഇതിനായിട്ട് നൽകിയിട്ടുണ്ട്. അതാണ് 3.5mm കൺവേർട്ടർ നൽകിയിട്ടുണ്ട്. അതായത് 2.5mm നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് 3.5mm ആക്കുന്ന ഒരു കൺവേർട്ടർ മൗണോ ഇതിനൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 ഓഡിയോ ജാക്കും കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഒന്ന് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ റെഡ് കളറിലുള്ള ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത് നമ്മുടെ XLR കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മൗണോ ഈ ഒരു XLR കേബിൾ കറക്റ്റ്ലി അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ചൊറഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറും കൂടി കൊടുത്തിട്ടുണ്ട്. അതും വളരെ യൂസ്ഫുൾ ആണ്. ഇത്രയൊക്കെയാണ് ഇതിനൊപ്പം വരുന്ന ബോക്സ് കണ്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എങ്ങനെയാണ് ഇതൊന്ന് മൊത്തത്തിൽ ജോയിൻ ചെയ്ത് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോമാം എടുക്കുക. ബോമാം എടുത്തതിന് ശേഷം നമ്മുടെ ഷോക്ക് മൗണ്ട് എടുക്കുക. ഷോക്ക് മൗണ്ടിൽ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോമാമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷോക്ക് മൗണ്ട് എടുത്തതിന് ശേഷം അതിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അതിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ ബോമാമും ക്ലാമ്പും ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാമ്പ് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിളിൽ ഫിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ടേബിളിൽ ഫിക്സ് ചെയ്തിട്ടില്ല. സോ ക്ലാമ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ക്ലാമ്പിലായിട്ട് ഒരു ഹോൾ കാണാൻ പറ്റും. ആ ഒരു ഹോളിലോട്ട് നമ്മുടെ ബോമാം കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം അവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയി നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ടേബിളിൽ ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോമാം ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തെന്ന് പറയാൻ പറ്റും. അതായത് ഷോക്ക് മൗണ്ടും ക്ലാമ്പൊക്കെ കണക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ മൈക്ക് നമ്മുടെ ഷോക്ക് മൗണ്ടിലായിട്ട് കണക്ട് ചെയ്യണം. അതായത് അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മൈക്കിന് എന്തായാലും ഷുവറായിട്ട് ഷെയ്ക്കൊക്കെ വരും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് കണ്ടൻസർ മൈക്കും ഷോക്ക് മൗണ്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ കണ്ടൻസർ മൈക്കിൽ മൗണോയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ആ ബ്രാൻഡിങ് നമ്മുടെ ഇൻഫ്രണ്ടിൽ വെക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോളാർ പാറ്റേൺ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിങ് നമ്മൾ സംസാരിക്കുന്ന ഫ്രണ്ടിലായിരിക്കണം. അതിനുശേഷം നമ്മുടെ ഷോക്ക് മൗണ്ട് 2 സൈഡിലായിട്ട് പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം
നമ്മൾ ഈ ഒരു മൈക്ക് അതിലിട്ട് പതിയെ കയറ്റി വെക്കുക. കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഫിക്സ് ആയി നിന്നോളും, ഷെയ്ക്കൊന്നും വരത്തില്ല മൈക്കിന്. സോ നല്ല ഫിക്സ് ആയി നിൽക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അലൈൻമെൻറ്റ് അനുസരിച്ച് അത് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് അതിനായുള്ള ഓപ്ഷനൊക്കെ ഇവിടെ മൗണോ നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈക്കിൻ്റെയും ബോം ആമിൻ്റെയും സെറ്റപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ ടേബിളിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റിലോട്ട് നമുക്ക് പോകാം. ഞാനിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അബോൺ CM50 എന്ന് പറയുന്ന ലാവലിയർ മൈക്കുമായിട്ടാണ്. അത് കമ്പയർ ചെയ്തപ്പം അതിൻ്റെ ആ ഒരു വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ്ലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റിലോട്ട് പോകാം. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റിയൽമി X7 മാക്സിലത്തെ ഇൻബിൽഡ് മൈക്ക് വെച്ചിട്ടുള്ളതാണ്. അതായത് ഒരു എക്സ്റ്റേണൽ മൈക്ക് ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്ക് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം കുറച്ചുകൂടി ആംബിയൻ നോയ്സ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്കോ കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ അബോണ്ട് CM50 എന്ന് പറയുന്ന ലാവലിയർ മൈക്കിലോട്ട് സ്വിച്ച് ചെയ്ത് കാണിച്ചു. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അബോണ്ട് CM50 എന്ന് പറയുന്ന ലാവലിയർ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് മൗണോയുടെ AU-A03 എന്ന് പറയുന്ന മൈക്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ ഓഡിയോ ആണ്, കാണാൻ പറ്റും. ഇതിലാണ് നിങ്ങൾ കേൾക്കുന്നുള്ളത്. സോ എന്തായാലും നമുക്ക് മൗണോയുടെ AU-A03 എന്ന് പറയുന്ന മൈക്കിലോട്ട് സ്വിച്ച് ചെയ്യാം. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് മൗണോയുടെ AU-A03 എന്ന് പറയുന്ന മൈക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു എഡിറ്റിംഗ് പോലും ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിതിൽ വിൻഷീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ഇത് എടുത്ത് കാണിച്ചാൽ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ വിൻഷീൽഡ് എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. ആ ഒരു പോപ്പി സൗണ്ട്സ് ഇതിൽ കറക്റ്റ്ലി ക്യാപ്ചർ ചെയ്യും. അതല്ല ഈ വിൻഷീൽഡ് ഇടുകയാണെങ്കിൽ ആ ഒരു പോപ്പി സൗണ്ട് ക്യാപ്ചർ ചെയ്യത്തില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലോണം കുറഞ്ഞു കിട്ടും വിൻഷീൽഡ് ഉണ്ടതുകൊണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു പോപ്പ് ഫിൽറ്റർ. ഞാനിപ്പം ഇത് കറൻ്റ്ലി ആഡ് ചെയ്തിട്ടില്ല. മെയിൻലി സിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഭാ പോലത്തെ അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പം ഇതിൻ്റെ ആ ഒരു വിൻഡ് കറക്റ്റ്ലി മൈക്കിൽ ക്യാപ്ചർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് ഇതിൽ കിട്ടും. സോ ഞാനിതിപ്പം യൂസ് ചെയ്യുന്നില്ല. നമ്മളിത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബോം ആമിലോട്ടാണ്. ബോം ആമിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഇത് അലൈൻമെൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ വെക്കുന്നില്ല. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. സോ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3149 രൂപയാണ് ഇപ്പം കറൻ്റ് ഉള്ള പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അവിടെ കൂടുതൽ ഓഫർ കിട്ടാറുണ്ട് ചില സമയത്ത്. അതായത് 2000 രൂപയ്ക്ക് വരെ ഇത് കിട്ടാറുണ്ട്. നല്ല ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഏകദേശം 2000 രൂപ 2500 രൂപ കിട്ടാറുണ്ട്. ഇപ്പം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ്. അതായത് 3149 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ്. 2000 രൂപ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ബീസ്റ്റാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോഡ്കാസ്റ്റിങ്ങിനായാലും ലൈവ് സ്ട്രീമിങ്ങിനായാലും പാട്ട് പാടുന്ന ആളായാലും എന്നെ പോലത്തെ ക്രിയേറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ബൈ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ 3.5 mm ഓഡിയോ കേബിളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.